എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ശബരിമലയിൽ തങ്കം കട്ടുപോയി ഈ അയ്യന്റെ പാലകരെ അടിച്ചു മാറ്റി. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് സംഭവിച്ചത് എന്താണ്? ആ സ്വർണം പോയ വഴി ഏതാണെന്ന് നമുക്കൊന്ന് വളരെ വേഗം നോക്കി വരാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ശബരിമലയിൽ നടന്ന മോഷണം, ദേവസ്വം വസ്തുക്കളുടെ ദുരുപയോഗം, വിശ്വാസ വഞ്ചന എന്നിവയിൽ പങ്കുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, ശ്രീകോവിലിന്റെ കട്ടളപ്പടിയുടെ സ്വർണ്ണപ്പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയും അതിലൊരു ഭാഗം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കുകയും ചെയ്തു. വിജയ് മല്യ 1998 തനി തങ്കം പൊതിഞ്ഞു നൽകിയ ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം അല്പാൽപമായി കടത്താനും വേർതിരിച്ചെടുത്ത് കൈക്കലാക്കാനുമുള്ള ഗൂഢപദ്ധതിയിൽ ആരൊക്കെയാണ് പങ്കാളികൾ? ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെ? എന്തായിരുന്നു അവരുടെ പങ്ക്? പോറ്റിയും ഒരു സംഘം ഉദ്യോഗസ്ഥരും മാത്രം ഉൾപ്പെട്ട ഗൂഢാലോചനയാണോ ഇക്കാര്യത്തിൽ ഉണ്ടായത്? ദേവന് പൂവും നീരും നേദിക്കുന്ന ശാന്തിക്കാരൻ പോലും കൈവെള്ളയിൽ കാശ് പതിച്ചാലേ പ്രസാദം നൽകൂ. ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതിയോ അറിയിക്കാതെ അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയതോടെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ എല്ലാം തുടക്കം. ഇവിടുത്തെ ഓട്ടൂരിലും കിണ്ടിയൊന്നും വേണ്ട മാധവന്. ഞാനൊന്നും മനസ്സൊരുക്കി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഇറങ്ങി വരും. ശബരിമലയിലെ ഏതൊരു ദേവസ്വം വസ്തുവും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി തേടണമെന്ന നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് ഇത്തവണയും ലംഘിച്ചത്. അർത്ഥം വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ? എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ നിന്റെ വിഗ്രഹമതെങ്കിലുമിൻ ഒറിജിനലാണോ? ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ, നിന്റെ ചുറ്റും കള്ളപ്പരിശകളാണിന്നയ്യപ്പ. എന്താ ഉറക്കം വരുന്നു? രേഖകൾ വിളിച്ചുവരുത്തി പരിശോധിച്ച കോടതി അമ്പരന്നു. ഒരൊറ്റ ക്രമക്കേടല്ല, തുടർച്ചയായ ക്രമക്കേടുകളുടെയും കള്ളത്തരങ്ങളുടെയും വലിയൊരു പരമ്പര തന്നെ വെളിപ്പെട്ടു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ.